ഈശ്വര, ഈ കാലമാടൻ എന്തിനാ ഈ പാതിരാത്രി ഇങ്ങോട്ട് വന്നത്? അല്ലെങ്കിലേ ഇവിടെ വന്നപ്പോൾ മുതലേ ഇങ്ങേരെ കൊണ്ട് തലവേദനയാ. ഇനി ഇതിൻ്റെ കുറവേ ഉള്ളൂ. അച്ഛനെങ്ങാനും മറിഞ്ഞാൽ വെട്ടൊന്ന് തുണ്ടണ്ടുണ്ട്. നന്ദ ആത്മഗതിച്ചു കൊണ്ട് ധൃതിയിൽ റൂമിലേക്ക് പോയി. റൂമിലെത്തിയതും അവൾ കണ്ടു ബെഡിൽ കിടക്കുന്ന ദേവനെ. അവൾ ചവിട്ടിത്തുള്ളി അവൻ്റെ അടുത്തേക്ക് ചെന്നു. കുനിഞ്ഞു നിന്ന് അവനെ തട്ടി വിളിക്കാൻ നിന്നതും മദ്യത്തിൻ്റെ രൂക്ഷഗന്ധം നാസിയിലേക്ക് തുളച്ചു കയറി. മുഖവും മൂക്കും ഒരുപോലെ ചുളിഞ്ഞു. നിവർന്നു നിന്നു. അയ്യോ വാ, എന്തൊരു നാറ്റം! കള്ളും കുടിച്ചു വന്നിരിക്കുകയാണ് കാലമാടൻ. അവൾ പിറുപിറുത്തു. അതെ അതെ, എണീക്ക്, എനിക്കും കിടക്കണം. അവൾ അവനെ മടിച്ചാണെങ്കിലും തട്ടി വിളിച്ചു. അവൻ കണ്ണു തുറക്കാതെ സമ്മതം മൂളി. ഇതെന്തു കൂത്ത് ഡോ, എനിക്കും കിടക്കണം. എണീറ്റ് തൻ്റെ റൂമിൽ പോയി കിടക്ക്, ഇല്ലെങ്കിൽ ഞാൻ വിളിച്ചാർത്ത് എല്ലാവരെയും അറിയിക്കും. നന്ദയുടെ സംസാരം കേട്ട് ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ദേഷ്യത്തിൽ ദേവ് ചാടി എണീറ്റു. നന്ദ പേടിച്ച് പുറകിലേക്ക് ഒരടി വെച്ചു. എന്തടി? ആർക്കൊന്നില്ലടി? ആർക്കടി? അവളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. നന്ദ പേടിച്ച് പുറകിലോട്ട് നടന്നു. പ്ലീസ്, ഞാൻ ഒച്ച വെക്കില്ല, നന്ദ പേടിച്ച് പറഞ്ഞു. അതെന്താടി, ഒച്ച വെക്ക്, ദേവ് പുച്ഛഭാവത്തിൽ പറഞ്ഞ് അവളുടെ അടുത്തേക്ക് നടന്നു. ഇല്ല, നന്ദ തലയാട്ടി പറഞ്ഞ് തിരിഞ്ഞു പോകാൻ നിന്നതും അവൻ അവളെ പിടിച്ച് വലിച്ച് നെഞ്ചത്തേക്കിട്ടു. ഒരു നിമിഷം നന്ദ നെട്ടി. ദേവൻ്റെ നെഞ്ചിൽ പിടിമുറുക്കിയിരുന്ന അവളുടെ കൈകൾ, കണ്ണുകളിൽ ഭയം. അവൾ വേഗം അവനിൽ നിന്നും വിട്ടുമാറി താഴെ നോക്കി നിന്നു. ഹേയ്, താൻ പേടിക്കേണ്ട, ഞാൻ തന്നെ ഒന്നും ചെയ്യില്ല. നീ ദേ ആ ബെഡിൽ ഒരറ്റത്ത് കിടന്നോ, ഞാൻ അപ്പുറത്ത് കിടക്കാം. ഇവിടെ ഈ റൂമല്ലേ ഉള്ളൂ. ചെന്ന് കിടന്നോ. തൻ്റെ കൂടെയോ? എനിക്കൊന്നും വയ്യ, എടുത്തടിച്ച പോലെ പറഞ്ഞു. എന്നാ കിടക്കണ്ട, ഞാൻ എന്തായാലും കിടക്കുകയാണ്. അവൻ അതും പറഞ്ഞ് ബെഡിൻ്റെ ഒരറ്റത്ത് ചെരിഞ്ഞു കിടന്നു. നന്ദ കണ്ണും തള്ളി വായും പൊളിച്ചു നോക്കി നിന്നു. ദുഷ്ടൻ. ചുണ്ടുകൾ പതിയെ മൊഴിഞ്ഞു. കുറച്ചു നേരം അവൻ്റെ കിടത്തവും നോക്കി പിറുപിറുത്തു. എൻ്റെ ഈശ്വരന്മാരെ, എന്നെ കാത്തോളനെ, ഈ കാലമാടൻ്റെ കൂടെയാ കിടക്കാൻ പോകുന്നത്. ആപത്തൊന്നും വരുത്തല്ലേ, എൻ്റെ അച്ഛൻ്റെ കാര്യം അറിയാലോ. അവൾ മുകളിലേക്ക് നോക്കി പറഞ്ഞു. മടിച്ച് അവനെ എത്തി നോക്കി. ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തി ബെഡിൽ ഒരു സൈഡിൽ അവളും കിടന്നു. ഇപ്പോഴും തലവേദന വിട്ടുമാറിയിട്ടില്ല. കണ്ണുകൾ അടച്ചു കിടന്ന് ഉറക്കത്തിലേക്ക് വഴുതി വീണു. നന്ദ കിടക്കുന്നത് അറിഞ്ഞ് ദേവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ നുനഞ്ഞു ഒരു പുഞ്ചിരി വിടർന്നു. കുറച്ചു സമയം കഴിഞ്ഞതും ദേവിന് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി തുടങ്ങി. വയറിൻ്റെ ഉള്ളിൽ നിന്നും പൂവനാണോ പിടയാണോ എന്നും അറിയില്ല. എന്തായാലും എന്തോ ഒന്ന് വിശപ്പിൻ്റെ കൂക്കി ആർക്കൽ തുടങ്ങി. കുറച്ചു നേരം സഹിച്ചു കിടന്നെങ്കിലും കഴിയാതെ വന്നതും ദേവൻ നന്ദക്കരികിലേക്ക് ഉരുണ്ടു ചെന്ന് അവളെ തട്ടി വിളിച്ചു. നന്ദ ഒന്ന് അനങ്ങി അവനടുത്തേക്ക് ചേർന്ന് കിടന്നു. അവനെ ചുറ്റിപ്പിടിച്ചു. ദേവ് ഞെട്ടി. തൻ്റെ നെഞ്ചത്തോട് ചേർന്നിരുന്നു പെണ്ണ്. ഇത്രയും അടുത്ത് അവൻ എന്തു ചെയ്യണമെന്നറിയാതെ കുഴങ്ങി. അവളെ കാണെ നോക്കി നിൽക്കാൻ തോന്നുന്നത് പോലെ, ഉള്ളിൽ ആരോടും തോന്നാത്തൊരു ഇഷ്ടമുള പൊട്ടുന്നതുപോലെ, നിഷ്കളങ്കത നിറഞ്ഞ മുഖം. അല്പനേരം അങ്ങനെ കിടന്നെങ്കിലും വിശപ്പിൻ്റെ വിളിയിൽ അവൻ അതെല്ലാം നിയന്ത്രിച്ചു. എന്തും ആയിക്കോട്ടെ എന്ന് കരുതി അവളെ ഒന്നും കൂടി തട്ടി വിളിച്ചു. നന്ദ ചിണുങ്ങി കണ്ണു പതുക്കെ തുറന്നു. ദേവനെ കണ്ടതും കണ്ണു തള്ളി നോക്കി. പുറകിലേക്ക് നീങ്ങി. ദേവ് അതിന് അനുവദിക്കാതെ അവളെ പിടിച്ച് അവനോട് ചേർത്തു. ബുദ്ധിയില്ലേ നിനക്ക്? അല്ലെങ്കിൽ തന്നെ ബെഡിൻ്റെ അറ്റത്താ. നീങ്ങിപ്പോയിട്ട് വീയാനാണോ? ഗൗരവവും ആവലാതിയും നിറഞ്ഞിരുന്നു. അവൾ നിർവികാരത്തോടെ അവനെ നോക്കി. എന്താടി നോക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ല. എനിക്ക് വിശക്കുന്നു. നിനക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയോ എന്ന് ചോദിക്കാൻ വന്നതാണ്. അവളെ വിട്ട് എഴുന്നേറ്റിരുന്നു കൊണ്ട് പറഞ്ഞു. അവളും എണീറ്റു. പേടിച്ചത് മുഖത്ത് വ്യക്തമാണ്. പിന്നെ ഞാനല്ല, നീയാണ് എന്നെ ചുറ്റിപ്പിടിച്ച് എന്നെ ചേർത്ത് കിടന്നത്. പറയുമ്പോൾ അവനിൽ ഉള്ളിൽ ഒരു കള്ളച്ചിരിയും കുറുമ്പും നിറഞ്ഞിരുന്നു. നന്ദ കേട്ടതിൻ്റെ ജാള്യതയിൽ അവനെ നോക്കാതെ ഇരുന്നു. ഞാൻ ചോദിച്ചതിന് ഒന്നും പറഞ്ഞില്ല, അവൻ തുടർന്നു കൊണ്ട് ചോദിച്ചു. നന്ദ എന്തെന്ന ഭാവത്തിൽ അവനെ മുഖമുയർത്തി നോക്കി. എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ എന്ന് അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായപ്പോൾ പറഞ്ഞു. അവൾ തലയാട്ടി. അറിയാമെന്ന് പറഞ്ഞു. എന്നാ വാ, എനിക്ക് നല്ല വിശപ്പുണ്ട്. അവൻ അവളുടെ കയ്യിൽ പിടിച്ച് റൂമിൽ നിന്നും ഇറങ്ങി. നന്ദ അവനെ തന്നെ നോക്കി പുറകിൽ പോയി. നിനക്ക് എന്തുണ്ടാക്കാനാ അറിയാ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ചപ്പാത്തി ഉണ്ടാക്കാം, അവൻ ചോദിച്ചതിന് നന്ദ മറുപടി പറഞ്ഞു. എന്നാ വേഗം ഉണ്ടാക്ക്, ഞാൻ സഹായിക്കാം. നന്ദ മാവെടുത്ത് കുഴക്കാൻ തുടങ്ങി. ഞാൻ എന്താ ചെയ്തു തരേണ്ടേ?
ദേവ് ചോദിച്ചതും നന്ദ 1 മിനിറ്റ് എന്നും പറഞ്ഞ് കറിക്കുള്ള പച്ചക്കറി എടുത്തു കൊണ്ടുവന്നു. ഇത് കട്ട് ചെയ്തോ, അപ്പോഴേക്കും ഞാൻ മാവ് കുഴച്ച് ചപ്പാത്തിക്ക് റെഡിയാക്കാം. ദേവ് പച്ചക്കറി വാങ്ങി കട്ടിംഗ് ബോർഡും കത്തിയും അവന് എടുത്തു കൊടുത്ത് ദേവിന് ഒന്ന് ചിരിച്ചു കൊടുത്ത് നന്ദ മാവ് കുഴക്കാൻ തുടങ്ങി. ദേവ് കുറച്ചു നേരം അവളെ തന്നെ നോക്കി നിന്നു. അവന് തന്നെ അത്ഭുതം തോന്നി. ഒരു വലിയ വീട്ടിലെ കുട്ടി ഒട്ടും മടി കാണിക്കാതെ ഞാൻ ചോദിച്ചപ്പോഴേക്കും ഭക്ഷണം ഉണ്ടാക്കുന്നു. എന്താ നോക്കുന്നേ, വേഗം കട്ട് ചെയ്യ്. ദേവിൻ്റെ നോട്ടം കണ്ട് നന്ദ അവനെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞതും അവന് തിരിച്ചും കണ്ണുരുട്ടി. മോള് എന്നെ ഭരിക്കാൻ വരാതെ നിന്റെ പണി ചെയ്യ്, അവൻ വിട്ടുകൊടുക്കാതെ പറഞ്ഞു. സവോള എടുത്ത് കട്ട് ചെയ്യാൻ തുടങ്ങി. ജാടക്കോന്തൻ. നന്ദ പിറുപിറുത്ത് പണി തുടർന്നു. ദേവ് കിണഞ്ഞ് ഓരോന്ന് അരിയാനുള്ള ശ്രമത്തിലാണ്. അത് കണ്ടതും നന്ദ ഇയാൾ എന്തിത്തോന്നാ ഈ കാണിക്കുന്നു എന്നുള്ള പോലെ അവനെ നോക്കി തലക്കടിച്ചു. അയ്യോ, ഇങ്ങനെയല്ല, ഞാൻ കാണിച്ചു തരാം. നന്ദ അവൻ്റെ കയ്യിൽ നിന്നും കത്തി വാങ്ങി കട്ടിയില്ലാത്ത സവോള, മറ്റു കറിക്ക് അവിശേഷണീയമായ പച്ചക്കറികൾ അരിയാൻ പറഞ്ഞു കൊടുത്തു. ദേവ് ഒരു നിമിഷം സ്വന്തം അനിയത്തിയെ ഒന്നോർത്തു. എത്ര തവണ അമ്മ അവളോട് പറഞ്ഞിട്ടുണ്ടെന്നോ അടുക്കളയെ സഹായിക്കാൻ. ഇനി സഹായിച്ചാൽ അമ്മയ്ക്ക് അത് ഇരട്ടി പണിയാകും. എന്നാൽ നന്ദ അവനെ അത്ഭുതപ്പെടുത്തുന്നത് പോലെ താൻ കണ്ട പെൺകുട്ടികളിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തമായ ഒരു പണക്കാരി പെൺകുട്ടി, ഒരു സാധാരണ നാട്ടിൻ പുറത്തുകാരി പ്രകൃതം. മനസ്സിലായോ? നന്ദയെ നോക്കി ഓരോന്ന് ചിന്തിച്ചു കൂട്ടുമ്പോഴാണ് നന്ദ അവന് നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചത്. ഓ ഹാ. ദേവ് വേഗം തല വെട്ടിച്ച് തപ്പിത്തടഞ്ഞ് മറുപടി കൊടുത്തു. പിന്നെ സമയം അതിൻ്റെ വഴിക്കും അവരുടെ പണി അതിൻ്റെ വഴിക്കും പോയി. ചപ്പാത്തിയും കറിയും റെഡി ആയതും അത് ടേബിളിൽ സെർവ് ചെയ്ത് വെച്ചു. എല്ലാം സെറ്റാക്കി നന്ദ റൂമിലേക്ക് പോകാൻ നിന്നതും ദേവ് അവളെ തടഞ്ഞു. നീ എവിടേക്കാ? കിടക്കാൻ. നല്ല തലവേദന. നന്ദ നെറ്റിയിൽ കൈവച്ച് കൊണ്ട് പറഞ്ഞു. അയ്യോ, എന്തു പറ്റി? എന്താ പറയാതിരുന്നേ? നിനക്ക് വയ്യെങ്കിൽ ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിപ്പിക്കുവോ? ദേവ് അവളുടെ അടുത്തേക്ക് ചെന്ന് നെറ്റിയിൽ തൊട്ടു നോക്കി വേവലാതിയോടെയും സ്നേഹത്തോടെയും ഒപ്പം സകാരത്തോടെയും അവളെ നോക്കി ചോദിച്ചു. നന്ദ അത്ഭുതത്തോടെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകൾ എന്താണെന്ന് പറയുന്നത് മനസ്സിലാകുന്നില്ല. അവൾക്ക് തന്നെ കൊത്തിവലിക്കാൻ കഴിവുള്ള പോലെ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് നീയാണോ തീരുമാനിക്കുന്നത്? നടന്നേ. ദേവ് അവളെയും പിടിച്ച് റൂമിലേക്ക് നടന്നു. എപ്പോഴാ തലവേദന തുടങ്ങിയേ? നടക്കുന്നതിനിടയിൽ ചോദിച്ചു. വൈകുന്നേരം തുടങ്ങിയതാ. നന്ദ അവൻ്റെ മാറ്റം കണ്ണുമിടട്ടാതെ നോക്കി അവൻ്റെ ചോദ്യത്തിന് മറുപടി കൊടുത്തു. എന്നിട്ട് ഡോക്ടറെ കാണിച്ചോ? ഏയ്, എനിക്ക് കുഴപ്പമില്ല. അവൻ്റെ ആവലാതി നിറഞ്ഞ ചോദ്യങ്ങൾ കേൾക്കെ അവളിൽ അത്ഭുതം നിറഞ്ഞു. നീ ഫുഡ് കഴിച്ചിരുന്നോ? എന്തോ ഓർത്ത പോലെ ചോദിച്ചു. എനിക്ക് വേണ്ട. നന്ദയുടെ മറുപടി കേട്ടതും ദേവ് അവളെ തുറിച്ചു നോക്കി. അതെന്താ വേണ്ടാത്തേ? വാ, വന്ന് എന്തെങ്കിലും കഴിക്ക്. എന്നിട്ട് ഒരു ടാബ്ലറ്റ് കഴിച്ചാൽ നാളേക്ക് മാറിക്കോളും. എനിക്ക് വേണ്ടാത്തോണ്ടാ. നന്ദയുടെ മറുപടി ഒട്ടും ദഹിക്കാത്തത് കൊണ്ട് വീണ്ടും ഒരു ചോദ്യത്തിനും പറച്ചിലിനോ കാത്തു നിൽക്കാതെ ദേവ് അവളെ എടുത്തുയർത്തി. നന്ദ ഞെട്ടി. അവൻ്റെ ഷർട്ടിൽ പിടിച്ചു മുറുക്കി. എന്താ ഈ ചെയ്യണേ? എന്നെ വിട്, അവൾ കുതറിക്കൊണ്ട് പറഞ്ഞു. ദേവ് മറുപടി ഒന്നും പറയാതെ അവളെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള ചെയറിൽ ഇരുത്തി. 2 ചപ്പാത്തിയും കറിയും അവൾക്ക് വെച്ചു കൊടുത്തു. അവനും അവൾക്കടുത്തിരുന്നു. ദേവ് കഴിച്ചോളൂ. എനിക്ക് വേണ്ട, അവൾ ചുണ്ടും ചുളുക്കി പറഞ്ഞു. നീ കഴിച്ചാലേ ഞാൻ കഴിക്കൂ, ഇല്ലെങ്കിൽ രണ്ടാൾക്കും വേണ്ട. ദേവ് ദേഷ്യം അഭിനയിച്ച് പറഞ്ഞുകൊണ്ട് എണീറ്റ് പോകാൻ നിന്നു. നന്ദ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. വിശന്നിട്ടാണ് തന്നോട് ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞത്. എന്നിട്ട് ഒന്നും കഴിക്കാതെ പോകുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. അവൾ അവനെ നോക്കി ഇരിക്കാൻ പറഞ്ഞു. ഞാൻ കഴിക്കാം. ദേവ് സന്തോഷത്തോടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവളും ഇടയ്ക്കിടെ അവളുടെ നോട്ടം അവനിൽ ചെന്നെത്തി. എന്നത്തെയും പോലെയല്ല ഇന്ന്. ആ ദേഷ്യമോ വെറുപ്പോ ഇല്ല. ഷർട്ടിനെ കുറിച്ചും ചോദിച്ചതും ഇല്ല. ദേവും നന്ദയും ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി. നന്ദ ബെഡ് കണ്ടതും കിടന്നു. ഏയ്, ഇത് കുടിച്ചിട്ട് കിടന്നോ, ഇല്ലെങ്കിൽ നാളേക്ക് മാറിയില്ലെങ്കിലോ? ഡ്രോയറിൽ നിന്നും ഒരു പാരസെറ്റാമോൾ ടാബ്ലറ്റ് അവൾക്ക് നേരെ നീട്ടി അവൻ പറഞ്ഞു. നന്ദ ചിരിച്ചുകൊണ്ട് ടാബ്ലറ്റ് വാങ്ങി. അവൻ കൊടുത്ത വെള്ളം കൊണ്ട് കുടിച്ചു കിടന്നു. ദേവും പോയി കിടന്നു. നന്ദയിൽ ദേവിനോടും ദേവിൽ നന്ദയോടുമുള്ള മനോഭാവങ്ങൾ മാറി മറിഞ്ഞു. ഇരുവരുടെയും മനസ്സ് അവരറിയാതെ ഹൃദയം കൈമാറാൻ തുടങ്ങി. രാത്രിയുടെ യാമങ്ങളിൽ തൻ്റെ പ്രണയം തൊട്ടടുത്തുണ്ടെന്ന് അറിയാതെ രണ്ടുപേരും സുഖനിദ്രയിലാണ്ടു. നന്ദ,
രാവിലെ സ്വാതിയുടെ വിളി കേട്ടാണ് ഇരുവരും ഉണർന്നത്. ഇരുവരും മുഖത്തോട് മുഖം നോക്കി. പോയി തുറന്നു കൊടുക്ക്. ദേവി ചാടി എണീറ്റ് കൊണ്ട് പറഞ്ഞു. അപ്പോൾ താനോ? ഞാൻ എവിടെയെങ്കിലും ഒളിക്കാം. നീ ഇപ്പോൾ പോയി ഡോറ് തുറക്ക്. ഇല്ലെങ്കിൽ എനിക്കല്ല നിനക്കാ നാണക്കേട്. ഞാൻ നിന്റെ റൂമിലാ. ദേവ് ആ പഴയ സ്വഭാവം വീണ്ടും പുറത്തെടുത്തു. അയ്യോ, ഇന്നലെ നന്നായി എന്ന് വിചാരിച്ച മുതലാ. നേരം വെളുത്തപ്പോൾ ആ പഴയ കുതിറയ സ്വഭാവം. എൻ്റെ ഈശ്വര, ഇവനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ. നന്ദ ദേവിന് പുച്ഛിച്ചു കൊടുത്ത് സ്വയം ഓരോന്ന് പിറുപിറുത്ത് ഡോർ ലോക്ക് തുറന്ന് സ്വാതിക്ക് നന്നായൊന്ന് ചിരിച്ചു കൊടുത്തു. അപ്പോഴേക്കും ദേവ് ബാത്റൂമിൽ കയറി ഒളിച്ചു നിന്നു. അവരുടെ സംസാരം കാതോർക്കാൻ തുടങ്ങി. ഹായ്. നന്ദ ഡോറിന് കുറുകെ നിന്നുകൊണ്ട് കൈത്തലം ഉയർത്തി കാണിച്ചു. ഹായ്, എന്തടി വഴിയിൽ തന്നെ നിൽക്കുന്നു? അങ്ങോട്ട് മാറി നിൽക്ക്. നന്ദയെ തള്ളി മാറ്റി ഉള്ളിൽ കയറിക്കൊണ്ട് സ്വാതി പറഞ്ഞു. നീ എന്താ ഇന്ന് രാവിലെ തന്നെ? അവൾക്ക് പുറകെ പരിഭ്രാന്തിയോടെ ചെന്ന് കൊണ്ട് നന്ദ ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? ഞാൻ ഇന്നലെയും വന്നിരുന്നല്ലോ. സ്വാതി തിരിഞ്ഞു നിന്ന് പുരികം പൊക്കി സംശയത്തോടെ ചോദിച്ചു. അത് ഞാൻ വെറുതെ. നന്ദ ഒന്ന് പരുങ്ങി കളിച്ചു. ഇവളിത് എന്ത് തേങ്ങിയ സ്വാതിയെ പറഞ്ഞയക്കാതെ കാണിക്കുന്നേ? മറഞ്ഞു നിന്ന് അവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ദേവ് ആത്മഗതിച്ചു. സത്യം പറഞ്ഞോ? എന്താ ഒരു കള്ളലക്ഷണം? ഹോ, ആർക്ക് കള്ളലക്ഷണം? ഒന്ന് പോടി. നീ ചെല്ല്, ഞാൻ വരാം. നീ വാ, ഞാൻ നിന്നെ കാത്തു നിൽക്കാം. സോഫയിലേക്ക് ഇരുന്നു കൊണ്ട് സ്വാതി പറഞ്ഞു. വേണ്ട, നീ ചെല്ല്, ഞാൻ വരാം.